നമസ്കാരം. പ്രധാന വാർത്തകൾ. പുതുതലമുറയിലെ പൊതുപ്രവർത്തകർ ആദർശശുദ്ധിയുള്ളവരാകണമെന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനം UDF-നും LDF-നും തലവേദന സൃഷ്ടിക്കുന്നു. മണ്ഡലകാലത്തെ വരവേൽക്കാൻ വിപണികളും ഒരുങ്ങിത്തുടങ്ങി. വാർത്തകൾ വിശദമായി. മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന മാമി സാറിന്റെ 19ാം ചരമവാർഷികാനുസ്മരണം കുന്നിക്കോട് വെച്ച് നടന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമായിരുന്ന മാമി സാറിന്റെ 19ാമത് ചരമവാർഷികാനുസ്മരണം മുൻ MLA-യും കോൺഗ്രസ് നേതാവുമായ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനതീതമായി ബഹുമുഖ വ്യക്തി വൈഭവങ്ങൾ മാമി സാറിൽ നിക്ഷിപ്തമായിരുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ, ആ ഹെഡ്മാസ്റ്റർമാരുടെ സംസ്ഥാനതല അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ, കേരള സർവകലാശാലയുടെ സെനറ്റ് മെമ്പർ എന്ന നിലയിൽ, അതുപോലെ തന്നെ പാഠ്യ പദ്ധതി പുനരുദ്ധരിക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ അംഗം എന്ന നിലയിൽ വിദ്യാഭ്യാസ രംഗത്തെ വൈവിധ്യമാർന്ന രംഗങ്ങളിൽ അദ്ദേഹം വളരെ പ്രശംസനീയമായ രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. പുതിയ തലമുറയിലെ പൊതുപ്രവർത്തകർ മാതൃകയാക്കേണ്ട മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മാമി സാർ എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. സ്ഥാനമാനങ്ങൾക്ക് മാത്രമായി പൊതുപ്രവർത്തനം നടത്തുന്ന പുതിയ തലമുറ സാമൂഹ്യ പ്രതിബദ്ധത വിസ്മരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കുന്നിക്കോട് ജംഗ്ഷനിൽ വെച്ച് നടന്ന അനുസ്മരണ ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് J. ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ്, കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം തുടങ്ങി നിരവധി പദവികൾ വഹിച്ചിട്ടുള്ള മാമി സാർ പൊതുസമൂഹത്തിനിടയിൽ ഒരിക്കലും മരിക്കാത്ത ഓർമ്മയായി നിലനിൽക്കുകയാണെന്ന് J. ഷാജഹാൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും INTUC ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ B. ഷാജഹാൻ, BS. വിനോദ്, പത്മ ഗിരീഷ് തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു.